യുദ്ധങ്ങൾ മാറുന്നു, യുദ്ധതന്ത്രങ്ങളും. ആധുനിക യുദ്ധത്തിലെ കരുത്താണ് ഡ്രോണുകൾ. ഇറാൻ യുദ്ധത്തിലും യുക്രൈൻ റഷ്യ യുദ്ധത്തിലും ഡ്രോണുകൾ നിർണായക ഘടകങ്ങളായി മാറി. ആകാശത്തിൽ സദാ തുറന്നിരിക്കുന്ന കണ്ണുകൾ എന്നാണ് ഡ്രോണുകളെ വിശേഷിപ്പിക്കുന്നത്. ആധുനിക യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ പങ്കാണ് ഡ്രോണുകൾക്കുള്ളത്. ഡ്രോണുകൾ യുദ്ധകളത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ 24 മണിക്കൂറും നൽകുന്നു. ഇപ്പോഴിതാ ഇന്ത്യയും ഡ്രോൺ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. വ്യോമസേനയ്ക്കായി 87 മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ഇൻഡ്യൂറൻസ് ഡ്രോണുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. 30,000 കോടി രൂപയുടെ ഡ്രോണുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, സോളാർ ഡിഫൻസ്, എയ്റോസ്പേസ് എന്നിവയുൾപ്പെടെ 10 ഇന്ത്യൻ സ്ഥാപനങ്ങളാണ് ഡ്രോൺ നൽകാൻ സന്നദ്ധരായി വന്നിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങളുടെ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേന കർശന പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷമാകും തീരുമാനമെടുക്കുക. 2 കമ്പനികളെ തെരഞ്ഞെടുക്കും. ഈ കമ്പനികൾ ആദ്യത്തെ ഡ്രോണുകൾ 2027 മധ്യത്തോടെ വ്യോമസേനയ്ക്ക് നൽകണം. ഇന്ത്യയുടെ ഡ്രോൺ നിർമ്മാണ വ്യവസായം അതിവേഗം വളരുകയാണ്. 500-ലധികം സ്ഥാപനങ്ങളാണ് നിലവിൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. സൈനിക ഡ്രോണുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് മുന്നിൽ. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ഇൻഡ്യൂറൻസ് ഡ്രോണുകൾക്ക് മണിക്കൂറുകളോളം അലഞ്ഞുതിരിയാനും തത്സമയം വിവരങ്ങൾ നൽകാനും കഴിയും. വർഷങ്ങളായി ഇത്തരം ഡ്രോണുകൾക്കായി ഇന്ത്യ അമേരിക്കയെയും ഇസ്രയേലിനെയുമാണ് ആശ്രയിക്കുന്നത്. ഇനി മുതൽ ഈ ഡ്രോണുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. വർഷങ്ങളായി US, ഇസ്രയേൽ, ചൈന തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തത്. ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യ കടന്നു വരുന്നത്. ലോങ് ഇൻഡ്യൂറൻസ് ഡ്രോണുകളിൽ വലിയ നിക്ഷേപമാണ് ഇന്ത്യ നടത്താൻ ഒരുങ്ങുന്നത്. വർഷങ്ങളായി ഇന്ത്യ മീഡിയം അലൈഡ് ലോങ് ഇൻഡ്യൂറൻസ് ഡ്രോണുകൾക്ക് അമേരിക്കയോ ഇസ്രയേലിനെയോ ആണ് ആശ്രയിക്കുന്നത്. ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ഇന്ത്യ വലിയ തുകയാണ് ചെലവഴിച്ചിട്ടുള്ളത്. പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 87 ഡ്രോണുകളാണ് വാങ്ങുന്നത്. പാകിസ്ഥാനുമായും ചൈനയുമായുള്ള ഇന്ത്യൻ അതിർത്തികളിൽ നിരീക്ഷണത്തിനായുള്ള കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുകയാണ് ഇതിലൂടെ പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. മീഡിയം അലൈഡ് ലോങ് ഇൻഡ്യൂറൻസ് ഡ്രോണുകൾ ആധുനിക ആളില്ലാ വിമാനങ്ങളാണ്. സാധാരണയായി ഇവ 10,000 മുതൽ 30,000 അടി വരെ ഉയരത്തിൽ പറക്കും. 24 മുതൽ 36 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ദിവസം മുഴുവൻ പറക്കാനും തത്സമയ ഫീഡുകൾ അയക്കാനും കഴിയുമെന്നാണ് ഈ ഡ്രോണുകളെ കരുത്തന്മാരാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ചില ക്യാമറകളും സെൻസറുകളും അവയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിന് മാത്രമല്ല, അവയെ ആക്രമണത്തിനായും ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നീക്കം പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റത്തിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ.